നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഭഗവാൻ നേരിട്ടാണോ നമ്മിലേക്ക് എത്തിക്കുക? നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസം അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 144. ആത്മാർത്ഥമായി വിശ്വസിക്കുക, നീ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമസ്കാരം. പലർക്കും എപ്പോഴും സംശയമുള്ള ഒരു കാര്യമുണ്ട്. കൂടുതലും അത് അന്ധവിശ്വാസികൾക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗം മാറുക? എനിക്കിപ്പോൾ ഒരു രോഗമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഭഗവാൻ മാറ്റി തരൂ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അങ്ങനെയൊക്കെ നടക്കുമെങ്കിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പ്രാർത്ഥനകൾ മാത്രം, ഈ തീർത്ഥാടന യാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ മാത്രം നടത്തിയാൽ പോരെ എന്നൊക്കെ ഭക്തജനങ്ങൾക്ക് പോലും സംശയമുള്ള കാര്യമാണ്. ശരിക്കും എന്തായിരിക്കും ഇതിന്റെയൊക്കെ അടിസ്ഥാനം? പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആഗ്രഹങ്ങൾ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഇവയെക്കുറിച്ചുള്ള പരമമായ സത്യമാണ് ഇന്നത്തെ ഈ വിഷയത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും കേട്ടോ ഭക്തജനങ്ങൾക്കിത്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ. എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള നല്ല നല്ല അറിവുകൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ടല്ലേ. തൻ്റെ ഓരോ മതത്തെയും വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അതിപ്പോൾ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യൻ ആകാം, ബുദ്ധിസം, അങ്ങനെ എന്തുമാകാം, അവരെ കോമൺ ആയിട്ട് സാധാരണയായി നമ്മൾ എന്താണ് വിളിക്കുക? വിശ്വാസി. എങ്ങനെ? വിശ്വാസി എന്നല്ല, ഈശ്വര വിശ്വാസി എന്നാണ് വിളിക്കുക. അതായത് ഈശ്വരനിൽ, ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന നമ്മെ പോലെയുള്ള വ്യക്തികൾ. എല്ലാ മതങ്ങളിലും അത്ഭുതങ്ങൾ നടക്കാറുണ്ട് അല്ലെ? രോഗശാന്തി ലഭിക്കുന്നു, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു. അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും എല്ലാ മതത്തിലും സ്വാഭാവികമായി സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ സംശയം ഉണ്ടാകാം, എല്ലാ മതത്തിലും സംഭവിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും സംഭവിക്കുന്നില്ലല്ലോ, അതെന്താണ്? അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കണ്ടേ? അത് നടക്കാത്തത് എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരമാണ് നമ്മുടെ മനസ്സ്. നമ്മൾ എത്രയൊക്കെ വഴിപാടുകൾ നടത്തിയാലും, ഏത് മതത്തിൽ വിശ്വസിച്ചാലും, എത്രയെത്ര ക്ഷേത്രയാത്രകൾ, തീർത്ഥാടനങ്ങൾ നടത്തിയാലും, മനസ്സ് അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ ഈ പറയുന്നവയ്ക്കൊന്നിനും, വഴിപാടുകൾക്കോ പൂജകൾക്കോ ഒന്നിനും നമ്മെ രക്ഷിക്കുവാനായി സാധിക്കുകയില്ല. ഈശ്വരനിലുള്ള ആത്മാർത്ഥമായ വിശ്വാസം അത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം, നമ്മുടെ ചിന്തയിലൂടെ സദാ അത് നിറഞ്ഞു നിൽക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ പറയുന്ന രോഗശാന്തിയും ആഗ്രഹ പൂർത്തീകരണവും എല്ലാം സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ അന്വേഷണങ്ങൾ നടത്തിയാലും, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടാലും, ഇതാണ് പരമമായ സത്യം. നമ്മുടെ മനസ്സിനെ ശരിക്കും രണ്ട് രീതിയിൽ തരംതിരിക്കുവാനായി സാധിക്കും: ബോധമനസ്സ്, ഉപബോധ മനസ്സ്. പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട പല വീഡിയോകളിലും ഇതേക്കുറിച്ച് നാം പറഞ്ഞു പോയിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. ബോധമനസ്സെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, വായിക്കുക, എഴുതുക, വണ്ടി ഓടിക്കുക, അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോധമനസ്സിൽ നടക്കുന്നു. എന്നാൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ. ഒരു മനുഷ്യന്റെ രൂപീകരണം പോലും ഈ ഉപബോധ മനസ്സിലാണ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഹൃദയമിടിപ്പ് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നതാണ് അല്ലെ? പഞ്ചേന്ദ്രിയങ്ങളിൽ സംഭവിക്കുന്നത്. എന്തിനേറെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുമ്മാറില്ലേ, അതുപോലും ഉപബോധ മനസ്സിനാൽ നിർമ്മിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വായിക്കുന്ന കാര്യങ്ങൾ, നാം ആർജിച്ചെടുത്ത കഴിവുകളെല്ലാം ഉപബോധ മനസ്സിൽ പോയി പതിയുന്നു. ഇനി ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭക്തിയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ചിന്തകൾ, ആത്മാർത്ഥമായ ഭഗവാനോടുള്ള ഭക്തി, ഇവയെല്ലാം തന്നെയും എത്രമാത്രം വിശ്വാസത്തോടു കൂടി, ആത്മാർത്ഥതയോടുകൂടി
നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചെന്നെത്തുന്നുവോ അത്രത്തോളം നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവന്നു ചേരും. ഒരു പ്രശസ്തമായ നിർവചനം തന്നെയുണ്ട്: നിങ്ങൾക്ക് സൗഖ്യം നേടാനായി ഉപബോധ മനസ്സിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനായി ഉപബോധ മനസ്സിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക. അത് നിങ്ങളുടെ ശരീരത്തെ നിർമ്മിച്ചതിനാൽ തന്നെയും ശരീരത്തിന്റെ രീതികളും പ്രവർത്തനങ്ങളും അതിന് നന്നായി അറിയാം. ഇത് ഞാൻ പറഞ്ഞതല്ല. ദ മിറാക്കിൾ ഓഫ് യുവർ മൈൻഡ് എന്ന ഏറ്റവും പ്രശസ്തമായ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പലരും അംഗീകരിച്ചെന്ന് വരില്ല. അവർക്ക് എന്താണ്, നമ്മൾ വഴിപാട് കഴിക്കുന്നു, അല്ലെങ്കിൽ പൂജകൾ നടത്തുന്നു, ഇന്ന തീർത്ഥാടന യാത്രകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുമുണ്ട്, ധ്യാനിക്കുന്നുമുണ്ട്. ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്തു കഴിയുമ്പോൾ ഭഗവാൻ എൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയോ പൂർത്തീകരിക്കുന്നു, എൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഭഗവാൻ നേരിട്ടാണോ നമ്മിലേക്ക് എത്തിക്കുക? നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസം അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഇരിക്കുക. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആ ശക്തി, അതിനെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. അത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളത്. ഇനിയിപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. ഹൃദയമിടിപ്പ്, തുമ്മുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തെ എളുപ്പത്തിൽ ബന്ധപ്പെടുത്തുവാനായി സാധിക്കും. എല്ലാ മഹത് വ്യക്തികളും ഒരേപോലെ പറയാറില്ലേ, ഭഗവാൻ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന്. അതിൻ്റെയൊക്കെ ഏറ്റവും ലളിതമായ ഒരു നിർവചനമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് വെച്ചാൽ തീർച്ചയായും അത് താഴെ കമൻറ്റിൽ എഴുതുവാൻ മടിക്കരുത്. ഒരുപാട് പേർക്ക് സംശയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതാട്ടോ. അതിനൊരു മടിയും കാണിക്കേണ്ടതില്ല. പരമാവധി ഞങ്ങൾ ഇടുന്ന കമൻറ്റുകൾക്ക് മറുപടി തരുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ എഴുതുവാൻ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കന്യക എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ്. ആന്റിയും ആന്റിയുടെ കുടുംബവും ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. 10 പേർക്കുള്ള ഭഗവത്ഗീത ഗ്രന്ഥമാണ് ആന്റിയും ആന്റിയുടെ കുടുംബവും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭക്തജനങ്ങൾക്കായി. എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി. ഏത് ആഗ്രഹം പ്രതിയാണോ കന്യക ആന്റിയും ആന്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ഒരു മഹത് കർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ളത് വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്രകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.